ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വത്തൊക്കെ എഴുതി വാങ്ങിച്ച് ആ വീടും തിരിച്ചെടുത്ത് ആ വീട്ടിലേക്ക് ശാലിനി എന്റെ മരുമോളാക്കി എന്റെ ഒപ്പം നിർത്താനാണ് നിന്റെ ഭാവമെങ്കിൽ അത് നടക്കില്ല വിഷ്ണു. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അതിന് ഞാൻ സമ്മതിക്കില്ല. ഇത് രാഘവേട്ടന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സത്യം പറ. നിങ്ങൾക്ക് തലയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന്? ഇല്ലെങ്കിൽ പാതിരാത്രി കിടന്ന് ഉറങ്ങേണ്ടതിന് പകരം ഇങ്ങനെ വന്നിരുന്ന് പടം വരച്ച് കളിക്കാൻ. ഇതെന്താ ചെയ്യുന്നത്? എന്റെ ഒപ്പ് ഞാനങ്ങ് മറന്നേ പോണു. അത് ഒന്ന് ഓർത്തിട്ടും പഠിക്കുവാ. ഇനിയൊരാവശ്യം വരുമ്പോ തെറ്റരുതല്ലോ. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ തലയ്ക്ക് വല്ല കാര്യമായ കുഴപ്പമുണ്ടോന്ന്. ആ ശാലിനി നിങ്ങളെ എങ്ങോട്ടാ കൊണ്ടുപോയത്? അത് കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾ ഈ പരാക്രമം മുഴുവൻ കാണിക്കുന്നത്. നിങ്ങള് എവിടെ പോയതാ? അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്കവിടെ ഒപ്പിടാൻ പറ്റിയില്ലെന്ന്. വിഷ്ണു വന്നെന്നാ തോന്നുന്നത്. ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ സമനില തെറ്റിക്കുന്ന രീതിയിൽ അവന്റെ ഭാര്യ എവിടേക്കാ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോയെന്ന്. എന്നാല് നിനക്കറിയാം എന്റെ ഒപ്പ്. നിങ്ങളെ ഒരു നിനക്കറിയാം അത്. എന്തുവാ? നിനക്കറിയാം എന്റെ ഒപ്പ്. എന്താണ് ഇത്ര വരാൻ വൈകിയത്? ഒന്നും പറയണ്ട, ഒഴിവാക്കാൻ പറ്റാത്തൊരു ഓട്ടം ഉണ്ടായിരുന്നു. പാതിരാത്രി ഉറക്കം ഉളച്ചുള്ള ഓട്ടവും പാച്ചിലൊന്നും ഇനി വേണ്ട കേട്ടോ. അല്ല ഇതെന്താ? അത് തന്നെ ഞാനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ നടക്കുന്നേന്ന്. ഞാനില്ലാതിരുന്ന സമയം നോക്കി നിന്റെ അച്ഛനെ നിന്റെ ഭാര്യ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയി. എന്നിട്ട് ഈ പരുവത്തിൽ എവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്? അച്ഛനെന്താ പറ്റി? എന്താ പറ്റിയെന്നോ? കണ്ടില്ലേ ഒപ്പിട്ട് പഠിക്കുന്നത്. പാതിരാത്രിയിൽ ഉറങ്ങാൻ കിടന്ന ആൾ എഴുന്നേറ്റ് കുത്തിയിരുന്ന് വരച്ചോണ്ടിരിക്കുക. അവളെ എന്ത് കൂടത്രം ചെയ്യിക്കാൻ എങ്ങനെ വിളിച്ചോണ്ട് പോയത്? എന്താ ഉണ്ടായേ? അല്ല മോനെ, ശാലിനി എന്നെ കൂട്ടിക്കൊണ്ടു പോയതേ നമ്മുടെ പഴയ വീട് എന്റെ പേരിലേക്ക് എഴുത്തരാനാ. ഞാനവിടെ ചെന്നിട്ട് അവർ ചോദിച്ചപ്പോ ഞാൻ പല കാര്യങ്ങളും മറന്നുപോയിടാ. എന്റെ പേര് വരെ മറന്നുപോയടാ. പിന്നെ അവിടെ ആധാരത്തിൽ പതിരിക്കുന്ന ആള് ഞാൻ തന്നെ ഉറപ്പിക്കാൻ അവര് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഒപ്പിടാൻ പറഞ്ഞു. പേര് പോലും മറന്നുപോയി ഞാനിങ്ങോട്ട് ഒപ്പിടുന്നേ. നീ നോക്കി ഇതിലേതാ എന്റെ ഒപ്പെന്ന്. കണ്ടില്ലേ ഇതാ അവസ്ഥ. ഇത് നോക്ക്. എന്തിനാടാ അവൾ ഇങ്ങനെയൊക്കെ വന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? അവൾക്ക് ഒരു ദ്രോഹം ചെയ്യാതെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി മാന്യമായിട്ട് ജീവിക്കല്ലേ. പിന്നെ എന്തിനാ ഞങ്ങളെ വന്ന് ഇങ്ങനെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്നത്? അമ്മേ, ശാലിനി ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു നല്ല കാര്യമാണല്ലോ. നമ്മുടെ ആ വീട് അച്ഛന്റെ പേരിൽ എഴുതി കൊടുക്കാനല്ലേ അവൾ ശ്രമിച്ചുള്ളൂ. അതിപ്പോ ഇങ്ങനെ നമുക്കൊരു ദ്രോഹമാണേ. അത് നമ്മളെ സഹായിക്കാൻ വേണ്ടി ചെയ്തല്ലേ. അവളുടെ ഒരു സഹായവും എന്റെ ഈ വീട്ടിൽ ഇനി വേണ്ട. ഇനി ആ വീടും പറമ്പൊന്നും എനിക്കോ എന്റെ ഭർത്താവിനോ ആവശ്യമോ ഇല്ല. ഞങ്ങളെ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലരുതെന്ന് നീ നിന്റെ ഭാര്യയോടൊന്ന് പറയണം. അത്രയെങ്കിലും ഒരു ഉപകാരം എന്റെ മോൻ ഞങ്ങളോടൊന്ന് കാണിക്കണം. അമ്മേ, ശാലിനിയോടുള്ള വൈരാഗ്യ അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നേ. ശാലിനി അമ്മ മനസ്സിലാക്കിയിട്ടില്ല, അതന്നെ സത്യം.
എനിക്കറിയാവടാ, നിന്റെ രൂപം മാത്രം ഇവിടെയുള്ളൂ, മനസ്സ് മുഴുവൻ അവിടെയാ. ശാരദയുടെ കുടുംബശ്രീ കൊട്ടാരത്തിൽ. അല്ലെങ്കിൽ നീ വാങ്ങിയ ഓട്ടോയ്ക്ക് നീ ഓട്ടോശ്രീ എന്ന് പേരിടില്ലായിരുന്നല്ലോ. ഒരു ഓട്ടോശ്രീയും ഒരു കുടുംബശ്രീ. എനിക്ക് കേൾക്കണ്ട സ്വന്തം കുടുംബത്തോടും സ്വന്തം വീട്ടുകാരോടും സ്നേഹമില്ലാത്ത നിന്റെയൊക്കെ വാക്കുകള്. ഭാമി, നീ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടണേ? എന്തെങ്കിലും പറഞ്ഞോട്ടെ അച്ഛാ, എന്തെങ്കിലും പറഞ്ഞോട്ടെ. എനിക്കൊന്നും പറയാനില്ല. ദേ, അച്ഛനോടും മോനോടും ഒരു കാര്യം ഞാൻ പറയാ. സ്വത്തൊക്കെ എഴുതി വാങ്ങിച്ച് ആ വീടും തിരിച്ചെടുത്ത് ആ വീട്ടിലേക്ക് ശാലിനി എന്നെ മരുമോളാക്കി എന്റെ ഒപ്പം നിർത്താനാണ് നിന്റെ ഭാവമെങ്കിൽ അത് നടക്കില്ല വിഷ്ണു. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അതിന് ഞാൻ സമ്മതിക്കില്ല. വെട്ടിമാറ്റിയതും അകറ്റിമാറ്റിയതൊക്കെ അങ്ങനെ തന്നെ അങ്ങ് നിന്നാ മതി. കൂട്ടി യോജിപ്പിക്കാനായി വന്നേക്കരുതെന്ന് ഞാനാ പറയുന്നത്. എടാ എടാ മക്കളെ, എന്റെ ഒപ്പ് നോക്ക്, എന്റെ ഒപ്പ്. എന്താ ഇത്രയും വൈകിയത്? ഓ, ഒന്നും പറയണ്ട. നീ കുറച്ച് വെള്ളം കെടുക്ക്. ഒരുപാട് ഓടി നടന്നിട്ട് വരിക ഞങ്ങൾ അച്ഛനും മോളും. വെള്ളം മാത്രം പോരാ, എന്തെങ്കിലും കഴിക്കാനും എടുക്ക്. അത്രയ്ക്ക് ക്ഷീണമുണ്ട്. വാ. ഉം. ഓ, വീട്ടിലെത്തിയപ്പോഴാ ഒന്ന് ആശ്വാസമായത്. ചില ദിവസങ്ങളിൽ അങ്ങനെ അച്ഛാ, അലച്ചിലോട് അലച്ചിലായിരിക്കും. എന്തായാലും കുഴപ്പമില്ലാതെ ഇങ്ങ് എത്തിയല്ലോ.